ചേട്ടാ ഇത് അവിടുന്ന് പാർട്ടി നമുക്ക് ഇവിടെ എത്തിച്ചേരുന്നതാണോ? ചേട്ടാ ഞാൻ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴയിൽ നിന്ന് ഞാൻ രാവിലെ പോയി സാധനം എടുത്തുകൊണ്ട് വരുന്നതാണ്. വെളുപ്പിനെ ഇവർ വാരിക്കൊണ്ട് വരുന്ന സാധനം നമ്മൾ അന്നേരം തന്നെ നമുക്കിവിടെ ആ തോട്ടിൽ നിന്ന് അന്നേരം എടുക്കുന്നത്. അന്നേരം തന്നെ എടുത്തുണ്ടെങ്കിൽ പോരുന്നു. മാർട്ടിൻ സഫാരിയുടെ യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് ചെങ്ങന്നൂരും പന്തളത്തിനിടയ്ക്ക് IT ജംഗ്ഷനിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു കക്ക വിൽപ്പന നടത്തുന്ന ഒരു ചേട്ടനുണ്ട്, നൗഷാദ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു സംരംഭമാണ്. അവർ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവരുന്ന കക്കയാണ്. 2 ഐറ്റം കക്കയാണ് ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നൗഷാദ് ചേട്ടൻ. 3 ഐറ്റം ഉണ്ട് അല്ലേ? ചേട്ടൻ എത്ര മണിക്ക് ഇവിടെ എത്തും? ഞാനൊരു 10 രാവിലേക്കുള്ളിൽ എത്തും. തിരിച്ചു പോകുന്ന സമയം 3 മണി 4 മണി അതുവരെ ഇവിടെ ടൈം തീരുന്നതനുസരിച്ച് കൊണ്ടുവരും. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെ ഇവിടെ? കുഴപ്പമില്ല, എല്ലാവരും നല്ല അഭിപ്രായമുണ്ട്. ഒരുവിധം കച്ചവടമുണ്ട്. അതാ ദിവസത്തെ റേറ്റിനാണോ അതോ? അല്ല, നമുക്കിപ്പോൾ ഓൾറെഡി ഒരു റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സീസൺ ആകും തോറും വില ഇച്ചിട്ട് പറയും. ചേട്ടൻ ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിക്കുന്നത്? ഞങ്ങൾ ഓട്ടോയിൽ വണ്ടിയിലാണ് വരുന്നത്. സ്വന്തമായിട്ട് വണ്ടിയുണ്ട്? വണ്ടിയുണ്ട്. ചേട്ടാ അവിടെ നിന്ന് എത്ര പേര് ഇവിടെ വന്ന് ഈ കച്ചവടം നടത്തുന്നുണ്ട്? ഞങ്ങളൊരു 4-5 പേരുണ്ട്. 5 പേരോളം ഈ ഒരു റൂട്ടിൽ തന്നെ ഉണ്ടാവും. ഈ റൂട്ടല്ല, അപ്പുറത്തെ റെയിൽവേയുടെ ഉണ്ട്. പിന്നെ അവിടെ നമ്മുടെ തിരുമല ജംഗ്ഷനിലുണ്ട്. അവരുടെയൊക്കെ 2-3 പേരുണ്ട് ഞങ്ങൾ. ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വരെ വന്ന് ഇത് കച്ചവടം ചെയ്യുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും ഒരു മെച്ചമായിട്ട് തോന്നിയിട്ടുണ്ടോ? വലിയ മെച്ചമെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പോകുന്നതല്ലാതെ വലിയ മെച്ചമൊന്നും ആയില്ല. നമ്മൾ ക്വാണ്ടിറ്റി കുറവാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് പ്രതിഫലം കൂടും. ലാഭമായിട്ട് തോന്നുന്നുണ്ടോ ഈ ബിസിനസ്? കുഴപ്പമില്ല, അതുകൊണ്ടല്ലേ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഞാനിവിടെ ഉണ്ട്. സ്ഥിരമായിട്ട് ഇവിടെ 6 മാസമായിട്ടുണ്ട്. ആലപ്പുഴ ഇപ്പോൾ ചേട്ടൻ എവിടെയായിട്ടാണ് താമസിക്കുന്നത്? ഞാൻ ആലപ്പുഴ ടൗണിൽ തന്നെ. ടൗണിൽ. വീട്ടിലാരൊക്കെ ഉണ്ടോ? വീട്ടിൽ മക്കൾ 3 പിള്ളേരും, 3 മക്കളും വൈഫും ഞാനും. അപ്പോൾ ഇതുകൊണ്ട് ഈ ചെറിയൊരു ബിസിനസ് കൊണ്ടാണ് ചേട്ടൻ്റെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അതെ. അപ്പം ഈ റൂട്ട് വഴി സഞ്ചരിക്കുന്ന എല്ലാവരും ചേട്ടനെ ഒന്ന് സഹായിക്കുക. കക്ക കഴിക്കേണ്ടവരൊക്കെ ചേട്ടൻ്റെ കയ്യിൽ വാങ്ങിച്ച് പോകുക എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ നമ്പരും ഈ വീഡിയോയുടെ താഴെ കാണുന്നതായിരിക്കും. അത്യാവശ്യക്കാർ വിളിക്കാമെങ്കിൽ ഹോൾസെയിലും കൊടുക്കുക, റീറ്റെയിലും ഉണ്ടാവും. എല്ലാം ചെയ്യാം. വീഡിയോ പിടിക്കുമോ? നടക്കട്ടെ. 560. 560 എത്ര രൂപയാണ്? 100, 50. എൻ്റെ പേര് സജി. ഇവിടെ അടുത്താണോ വീട്? ഇവിടെ അടുത്ത് തന്നെ. ഇവിടുത്തെ സ്ഥിരം കക്ക വാങ്ങാറുണ്ടോ? ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ഇവിടെ നിന്ന് മേടിക്കാറുണ്ട്. നമ്മുടെ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്. നല്ല പ്രോഡക്റ്റാണ് ചേട്ടൻ അവിടെ നിന്ന് എത്തിക്കുന്നത്. ശുദ്ധമായ കക്കയാണ്. ആലപ്പുഴയിൽ നിന്ന് എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം ഇതാണ്. ചെങ്ങന്നൂരിനും പന്തളത്തിനും ഇടയ്ക്ക് IT ജംഗ്ഷനിലാണ്. ഇതിൻ്റെ ചെറിയ ഐറ്റം ഉണ്ടായിരുന്നു. ചേട്ടാ എങ്ങനെയായിട്ട് വില ഇപ്പം? ഇത് 1 കിലോ 200, 240, 160 ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അല്ല, കായംകുളത്തൊക്കെ കായംകുളം, മരിപ്പാട്, ചേർപ്പാട് അളവാണ്. അളവാണ്. നമുക്ക് അളവ് ഇവിടെ മുതലാകത്തില്ല. ഇവിടെ അത് നിങ്ങൾക്ക് കുറവായി